എക്സാമിന് ഇനി നമ്മുടെ മുന്നിൽ വെറും 30 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഈ ഒരു 30 ഡേയ്സ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾ എത്രത്തോളം സീരിയസ്നെസ് കൊടുക്കുന്നോ അതേ ലെവലിൽ തന്നെ വേണം നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിനെ നേരിടേണ്ടത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ലൈവ് ക്ലാസ്സുകളൊക്കെ ഉള്ളത് എന്നുള്ള വിവരമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം നമ്മുടെ യുവ ബാച്ചിൽ ഒരു മാസം മുൻപ് തന്നെ നമ്മുടെ എക്സാമിനോട് ഒരു മാസം മുൻപ് തന്നെ നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞത് പ്രകാരം തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ നടക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റിവിഷൻ പോലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ലൈവും അതേപോലെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠങ്ങളുടെ പാർട്ടായിട്ടുള്ള ലൈവുകളാണ് നമ്മുടെ ബാച്ചിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ ഇപ്പോൾ ഒരു ക്രിസ്മസ് എക്സാം വെച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രെസ്ഫുൾ ആയിരിക്കില്ല, വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. കാരണം കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു, ചാപ്റ്ററുകളൊക്കെ തീർന്നു. ഇനിയുള്ള സമയം വളരെ റിലാക്സ്ഡ് ആയിട്ട് റിവൈസ് ചെയ്യാനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ള സമയം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഇനി നമ്മൾ വൺ ഷോട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്മുടെ എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് വൺ ഷോട്ട് ലൈവിലൂടെയൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീക്കിലുള്ള ലൈവ് ക്ലാസ്സുകളെ കുറിച്ചൊക്കെയാണ് മിസ് പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് മാത്സിൻ്റെ അൺചേഞ്ചിങ് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ആയിട്ട് മിസ് വരുന്നുണ്ട്. അപ്പോൾ അതാ കറക്റ്റ് നിങ്ങൾ ആ ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു റിവൈസ്, നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതൊരു റിവിഷൻ പോലെ യൂട്ടിലൈസ് ചെയ്യുക. യൂട്യൂബിൽ ക്ലാസ് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ വൺ ഷോട്ടിലൂടെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും. അതേപോലെ ട്യൂസ്ഡേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലൈവായിട്ട് ലൈവ് ഉണ്ടാവും നിങ്ങൾക്ക്. അതേപോലെ 20th തേഴ്സ്ഡേ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ത്രൂ ദ കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ വരുന്നത് സാറ്റർഡേ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീക്കിൽ യൂട്യൂബിൽ ഉണ്ടാവുന്ന ലൈവുകൾ. അപ്പോൾ ഈ ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഈ കറക്റ്റായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ ഓർഡറിൽ തന്നെ കണ്ടു തീർക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ മക്കളെ ഇത് ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം നഷ്ടമാണ്. അത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവുകളായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളല്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ബാച്ചിൽ ഈ ഒരു ആഴ്ചത്തെ ക്ലാസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 8ൻ്റെ പാർട്ട് 1 ക്ലാസ് വരുന്നുണ്ട്. ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ലൈവും ഹിന്ദിയുടെ ചാപ്റ്റർ ലൈവും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ലൈവും അതേപോലെ ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 8ൻ്റെ പാർട്ട് 2 ലൈവ് ഒക്കെയാണ് വരുന്നത്. അധികം ഈ ക്വസ്റ്റ്യൻസ് ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവിഷൻ ആണ്. കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്ററിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബാച്ചിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആഴ്ച യൂട്യൂബിലും അതേപോലെ നമ്മുടെ ബാച്ചിലും നടക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു വിവരം. അതേപോലെ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ബാച്ചിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫീസ് വരുന്നത് ജസ്റ്റ് ഓഫർ പ്രൈസ് ആണ്. ശരിക്കുള്ള പ്രൈസ് 1000 ആണ്. ഇപ്പോൾ നമുക്ക് ഓഫറിൽ 799 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ചിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിനുള്ള പോർഷൻസ് 6th എക്സാമിൻ്റെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചാപ്റ്റർ എക്സാമിന് എങ്ങനെയാണോ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും. അതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റും മോഡൽ എക്സാംസും ചാപ്റ്റർ വൈസ് എക്സാംസും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഓഫർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക മക്കളെ, ആ ഒരു സീറ്റ് ഉറപ്പാക്കുക. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇവിടെയും ഓഫർ പ്രൈസ് ആണ് 1499 റുപ്പീസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ കൃത്യമായിട്ടുള്ള തുടക്കം മുതലുള്ള എല്ലാ ചാപ്റ്ററിൻ്റെ എല്ലാത്തിൻ്റെയും പാർട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് വേറൊരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 7ാം ക്ലാസ്സിലേക്ക് നിങ്ങളിപ്പോൾ ഇത്ര കാലം നിങ്ങൾ എക്സാമിനറിനെയാണ് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നത്. എക്സാമിനറിൽ നിങ്ങൾ ആ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത കൊല്ലം 7th നമ്മുടെ കൂടെ തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു അവസരമാണ്. 7ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസംബർ ആവാനായിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു മാർച്ചോട് കൂടി നിങ്ങളുടെ 6ാം ക്ലാസ് തീരും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ 7ാം ക്ലാസ്സിൻ്റെ സീറ്റ് ഉറപ്പാക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അത് ഫീ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എന്തുകൊണ്ടും മിസ്സിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ നമ്മളോടുകൂടെ പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു
ഓഫർ എന്ന് പറയുന്നത് ഇതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഈ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് അവിടെ ഉണ്ടാകും. ഇനി അതല്ലാതെ അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്രാഷിലേക്കാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 799 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം എങ്ങനെ വേണം, ഏത് ബാച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള തീരുമാനിക്കേണ്ട ഏറ്റവും നല്ലൊരു സമയമാണ്. ഇനി കറക്റ്റ് പറഞ്ഞാൽ 30 ദിവസമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് മിസ് നേരത്തെ പറഞ്ഞ എല്ലാ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ബാച്ചിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം മിസ് ചെയ്യാതെ, നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഈ ക്രാഷ് കോഴ്സിൽ അവസാനം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുമോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ലേറ്റ് ആയിട്ടില്ല മക്കളെ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ആ ഫീച്ചേഴ്സ് എല്ലാം, നിങ്ങൾക്ക് എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചാൻസ് ഒന്ന് മിസ് ചെയ്യരുത്. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങളൊന്നും പാഴാക്കി കളയരുത്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.